ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലവ് ഫുഡ് ടേസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. കുറച്ച് കരിവേപ്പില ചേർക്കാം. ഞാനിവിടെ 4 വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഇത് ചേർത്ത് കൊടുക്കാത്തത്, നമ്മൾ ഉള്ളി മൂത്ത് വരുമ്പോഴത്തേക്കും ഇത് കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് ഉള്ളി ഒന്ന് വഴന്നതിന് ശേഷം മാത്രം ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയും ഉള്ളിയും എല്ലാം മൂത്ത് നല്ലതുപോലെ ഓയിലെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇത് ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1 കിലോ വരുന്ന ചിക്കനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ സ്കിന്നോട് കൂടിയാണ് ചിക്കൻ എടുത്തിരിക്കുന്നത്. ചിക്കൻ നല്ലതുപോലെ ഉള്ളിയുമായി മിക്സ് ചെയ്യണം. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം.
ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. എനിക്കിവിടെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഞാനത് ചേർത്ത് കൊടുത്തു. അവസാനമായി നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തു ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കാം. ഇറക്കുന്നതിന് തൊട്ട് മുമ്പേ ഒരു അര സ്പൂൺ ഗരം മസാല കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റിയിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും